ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അവന്തിക അച്ചു നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ട് കേട്ടോ. അപ്പം ഇതേണ്ട നമ്മുടെ ഋതുവും സ്വാതിയുമായിട്ടാണ് ഒരുക്കുന്നത്. അപ്പം എല്ലാം ഒരുക്കി പൊട്ടൊക്കെ കുത്തി. അപ്പം ഇങ്ങനെ കുത്തി കഴിഞ്ഞപ്പോഴത്തേനും വളയൊക്കെ എടുത്തു കൊടുത്തപ്പം എനിക്ക് വേണ്ട, മതി എന്ന് പറഞ്ഞു. അത് പറ്റില്ല, മതിയെങ്കിൽ മതി എന്ന് പറഞ്ഞ സ്വാതി അവിടെ വെച്ചപ്പം ആഭരണങ്ങൾ ഇച്ചിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയം, ഇത്തിരി കൂടി വേണോന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പം വേണ്ട, ഇതൊക്കെ മതി. പൊന്നു മണത്തിലെ കല്യാണമാണ് കേട്ടോ, ഇതൊട്ടും കുറയ്ക്കാൻ പാടില്ല. ആഭരണം കുറഞ്ഞാൽ നിനക്കല്ല, ഈ കുടുംബത്തിന് അതിന് നാണക്കേട്, മനസ്സിലായോ ഋതു? ഇപ്പൊ ഇതൊക്കെ മതി എന്ന് പറഞ്ഞു. എന്നാലേ ഇതെങ്കിലും ഇട എന്ന് പറഞ്ഞൊരു മോതിരം എടുത്ത് കൊടുക്കാണ്. ഈ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ പല്ലവി കയറി വന്നപ്പോഴത്തേനും തന്നെ ഋതികയുടെ മുഖമൊക്കെ ഭാവമൊക്കെ അങ്ങ് മാറി. എന്ത് വേണം എന്ന് ചോദിച്ചോ. അപ്പൊ വേഗം തന്നെ, അല്ല അച്ചു ഒരുങ്ങിക്കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടി വെറുതെ വന്നതാ, അതിനല്ലേ ഈ ഞങ്ങളുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ നിൽക്കണം. സേതുമാധവന്റെ അടുത്ത് മാത്രം ഭരണം നടത്തിയാൽ മതി, ഇങ്ങോട്ട് ബാക്കിയുള്ളവരുടെ വിശേഷം തിരക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഋതുവിന്റെ കണ്ണിലേക്ക് ആ കാഴ്ചപ്പെട്ടത്. ആ മാല നമ്മുടെ പൂർണിമാമ കൊടുത്ത ആ മാലയാണ് കേട്ടോ കഴുത്തി കിടക്കുന്നത്. ഇതേതാ ഈ മാല എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോഴത്തേനും അമ്മ തന്നതാ. അടിപൊളി, ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറ, അതായിരിക്കും. ഉളുപ്പില്ലാതെ ചോദിച്ചു വാങ്ങിച്ചതാ, അല്ലെങ്കിലും കൈ വീട്ടി ദേ തോന്നിയാൽ അമ്മ എന്നും കൊടുക്കുന്ന ടൈപ്പാ. ഞാൻ ചോദിച്ചു വാങ്ങിച്ചോന്നും അല്ല ഋതു, വേണ്ടാന്ന് പറഞ്ഞിട്ടും അമ്മ നിർബന്ധിച്ച് തന്നതാ എന്ന് പറഞ്ഞു. അതെ, എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്ടിലെ ഓർണമെന്റ്സ് മുഴുവൻ. അത് എവിടുന്നോ കയറി വന്ന ഒരുത്തി ഇട്ടോണ്ട് നടന്നാൽ അച്ഛന്റെ ആത്മാവ് പോലും അത് പോർക്കില്ല എന്ന് പറയുകയാണ് ഋതു. അപ്പൊ ഇത് കേട്ട അച്ഛന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഋതികയുടെ ഈ സ്വഭാവം കണ്ടിട്ടാ. ഋതു മതി, നിർത്ത എന്ന് പറഞ്ഞു. പല്ലവി ചേച്ചി എരുന്ന് വാങ്ങിയതൊന്നും അല്ലത്, അമ്മ സന്തോഷത്തോടെ സ്വന്തം ഇഷ്ടത്തിനോട് കൊടുത്തതല്ലേ, പിന്നെ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പല്ലവി ചേച്ചിയെ നമ്മൾ ഒരാളായിട്ടാ അമ്മ കാണുന്നത്, അതുകൊണ്ടായിരിക്കും ഇത് കൊടുത്തത് എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി ഇതിൽ കയറി അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞു സ്വാതി. ഋതു ചേച്ചി പറഞ്ഞതാ ശരി, ഇത് ഇവരിട്ട അച്ഛന്റെ ആത്മാവിന് വരെ പൊള്ളും. ുന്നോ അതോ ഞാൻ ഊരണോ എന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ ഉരുത്തരാം അമ്മ എന്ന് പറഞ്ഞപ്പം അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അവസാനം പല്ലവി അത് ഊരിക്കൊടുക്കാണ് കേട്ടോ. അതെ, ഇതൊന്നും ഇടാനുള്ള തറവാടിത്തം നിനക്കില്ല, ആകുമ്പോ ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ചോട്ടേക്ക് ചാടി എഴുന്നേറ്റിട്ട് പല്ലവി ചേച്ചി എന്തിനാ അത് ഊരി കൊടുക്കാൻ പോയത് എന്ന് ചോദിച്ചു. അതെ, അല്ലെങ്കിലും എനിക്കിങ്ങനെ ഓർണമെന്റ്സ് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല ചോ, പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇട്ടുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഊരിയപ്പോ നല്ല ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. ഇതിട്ടപ്പോ ഞാൻ വേറെ ആരോ ആയിരുന്നു, ഇപ്പൊ ഞാൻ പഴയ പല്ലവിയായി എന്ന് പറഞ്ഞ പല്ലവി ആകെ നാണം കെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോയിട്ടോ. അപ്പൊ അച്ചു അവിടെ നിന്നിട്ട് അതെ, അപ്പൊ വേഗം തന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ സ്വാതിയോട്. അപ്പൊ ഇവരുമായി രണ്ടുപേരുടെ ചിരി കണ്ടപ്പോ അച്ചുവിന്, കുറച്ചു നേരം മുന്നേ നീ ഒരു വാക്ക് പറഞ്ഞില്ലേ, തറവാടുത്ത അതില്ലാത്തത് പല്ലവി ചേച്ചിക്കല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കുവാ എന്ന് പറഞ്ഞു. മാല ഊരിച്ചില്ലേ, സന്തോഷമായല്ലോ. അത് കണ്ടിട്ടായിരിക്കും അച്ഛന്റെ ആത്മാവിന് വേദനിച്ചിരിക്കുക. ഇത്രയും ക്രൂരത ആർക്കും പാടില്ല കേട്ടോ, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിക്കും, നീയും എന്ന് പറഞ്ഞു സ്വാതിയോട്. ആയിക്കോട്ടെ, ഓ ശരി എന്ന് പറഞ്ഞു. എന്തായാലും അപ്പൊ ഇവളിങ്ങനെ നോക്കുകയാണ്, എന്റെ കഴുത്തിൽ ഒരു ചുമലമാലയുടെ കുറവുണ്ടത്രേ, എന്നിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അതേ ഈവന്റ് മാനേജ്മെന്റിന്റെ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു ആങ്കറും അവര് വർത്തമാനം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവർക്കും വിശേഷപ്പെട്ട ദിവസമാണ്. എല്ലാവർക്കും നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം കളർഫുള്ളുമായ കല്യാണ ചടങ്ങുകളെ ആയിരിക്കും. അപ്പോൾ കല്യാണ ചടങ്ങുകൾക്ക് അതിൽ ഏറ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ എന്താ പറയുക വധുവരന്മാരെയാണ് അല്ലേ. അപ്പൊ ഈ ഗ്രാൻഡ് ഫംഗ്ഷനിലേക്ക് നിങ്ങളെ എവരെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആങ്കർ കൂട്ടി നല്ല സ്വാഗതം ചെയ്യാണ്. അപ്പൊ മിത്രൻ എല്ലാവർക്കും ചായ കൊണ്ട കൊടുക്കുവാണ്. അപ്പൊ അവിടെ ഇരുന്നവര് പൊന്നുമുളങ്കാർക്ക് എന്ത് വേണമല്ലോ ആകാലോ, കോടിക്കണക്കിന് പൈസ ഉണ്ടല്ലോ എന്ന് വെച്ച് നമ്മുടെ നാട്ടിലെ പോലെ കല്യാണം നടത്തണ്ടേ, ഇതിപ്പോ സ്റ്റേജ് അവതാരിക ഇതൊക്കെ എവിടത്തെ ഏർപ്പാടാണാവോ. അപ്പൊ മിത്രം പറയാണ്, അതെ കെട്ടുന്നത് പെണ്ണും ചെറുക്കനാണെങ്കിലും കെട്ടിക്കുന്നത് ജേറ്റുവമ്മ. അതാണ് ഈ ജേറ്റുവം, അതൊരു ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനമാണ്. ജനനം മുതൽ മരണം വരെ ജേറ്റുവൻ, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതാണ് ഞങ്ങളുടെ ഒരു എങ്ങനെ വ്യത്യസ്തമായ കല്യാണം നടത്താം എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന കല്യാണം മറ്റൊരു കല്യാണം പോലെ ആവാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ഈ കല്യാണം എന്ന് പറയുന്നതേ
പരദൂഷണം പറയാനുള്ള വേദിയാണല്ലോ പലർക്കും. അതിവിടെ നടക്കില്ല. വെറൈറ്റി പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ വിരസത ഞങ്ങളതങ്ങ് മാറ്റും. ഫുഡ് എന്താ പറയുക, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആനി ടീച്ചറും അതുപോലെ തന്നെ മാധുരി മിസ്സൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി നമ്മുടെ എന്താ പറയുക പല്ലവിക്ക്. അപ്പോൾ പല്ലവിക്ക് കൂട്ടൊന്നും അല്ലാതിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കയറി വന്നു. കയറി വന്ന ശേഷം വാ എന്നാൽ പിന്നെ ഡ്രിങ്ക്സ് കുടിച്ചിട്ടാവാം, നിങ്ങളോട് നേരത്തെ വരണമെന്ന് പറഞ്ഞതല്ലേ, തലേ ദിവസത്തെ പരിപാടിയല്ലേ, ഇത്തിരി താമസിച്ച് വന്നാൽ മതി എന്ന് കരുതിയിട്ടാ. അപ്പം ഉണ്ണിയെ വിളിച്ചു. എന്നിട്ട് ഇവർക്കെല്ലാം ഡ്രിങ്ക്സ് ഒക്കെ എടുത്തു കൊടുത്ത് ഇവരിങ്ങനെ കുടിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വാതി ഇത് കണ്ടു കേട്ടോ. എന്നിട്ട് സ്വാതി നേരെ വേഗം ഋതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അതെ എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും, അതെ ആ പല്ലവി ഉണ്ടല്ലോ, അവർക്ക് തോന്നുന്നവരെ ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുക. ഇപ്പം കണ്ടാൽ തന്നെ അറിയാം. ആ കോളേജിലെ ടീച്ചേഴ്സ് ആനി മിസ്സും മാധുരി മിസ്സും ഒക്കെ വന്നിരിക്കുക. അവരുടെ ഒരു കാര്യം നമ്മൾ എങ്ങനെ മറുപടി പറയും? എല്ലാവരുടെ അവരെ സൽക്കരിക്കുക. നാണക്കേടാവൂലോ ചേച്ചി, ഇത് എവിടുന്നോ വന്ന് ഒരുത്തി ഇങ്ങനെ ആളാവുന്നു എന്ന് പറയുന്നത് കുറച്ചിലാവും നമുക്ക്. ശരി നീ വാ, ആന്യരെ നിർത്തേണ്ട പോലെ നിർത്താൻ എനിക്കറിയാം. ഇവരുടെ ഇടയിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഇത് ഋതിക, ഇത് സ്വാതി എന്നൊക്കെ പറഞ്ഞ് ഇവരെ പരിചയപ്പെടുത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസ് നടത്തുന്ന എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ ഋതു ചോദിക്കുകയാണ്, നീ ആരോട് ചോദിച്ചിട്ടാടി ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആകെ അടി കിട്ടിയപ്പോയി, ഇവിടെ നടക്കുന്ന കല്യാണത്തിന് ആരൊക്കെ പങ്കെടുക്കണ്ടെന്ന് നീയല്ല ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഋതു ഇവര് സ്വാതിയുടെ കൂടെ ടീച്ചേഴ്സാ എന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. സ്വാതിയുടെ ടീച്ചർമാരാണെങ്കിൽ സ്വാതിയല്ലേ ക്ഷണിക്കേണ്ടത്, അതിനെ അവര് വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവളെ ക്ഷണിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു എന്ന് ചോദിച്ചു. ഇവർക്കും ആകെ നാണക്കേടായിപ്പോയി. വിളിക്കാത്ത സദ്യ ഉണ്ട്, നന്നായി ശീലം കാണും അല്ലേ, അതുകൊണ്ടായിരിക്കും ഏതോ ഒരുത്തി വന്ന് വിളിച്ചപ്പോ ഒരുങ്ങി കെട്ടി പുറപ്പെട്ടു പോകുന്നത് അല്ലേ എന്ന് ചോദിച്ചു. നാണമില്ലല്ലോ നിങ്ങൾക്ക്, കഷ്ടം, ടീച്ചർമാരാണ് അത്ര ടീച്ചർമാര്. നിങ്ങളെ പോലുള്ള ഔചിത്യമില്ലാത്തവരെ പഠിപ്പിക്കുന്നത് കൊണ്ടാ പിള്ളേരൊന്നും നന്നാവാത്തത്. ഈ സമയത്താണ് സേതു ഇതുണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സേതു ഇവരെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷത്തിലാ. ആഹാ എന്താ ഇവിടെ ഒരു ചർച്ച, നിങ്ങൾ എപ്പോ എത്തി? ഇപ്പൊ എത്തിയതേ ഉള്ളു സേതു, ഞങ്ങൾ ഇറങ്ങാ എന്ന് പറഞ്ഞു. തിരിച്ചു പോവാം. അതെന്ത് പറ്റി എന്ന് ചോദിച്ചോ. അപ്പൊ വേഗം തന്നെ നമ്മുടെ ഋതു പറയണം, ഞാൻ പറയാം ഉത്തരം. ഇവരെ ആരാ ക്ഷണിച്ചത്? എന്തിനാ? ഓ അതാണോ പ്രശ്നം, ഞാനാ ഇവരോട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എന്തേ? അച്ഛൻ്റെ ചേട്ടൻ ആ അവകാശം ഉപയോഗിച്ചാ ക്ഷണിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വേഗം ചെന്ന് ചോദിച്ചോ. അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം, നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞു. എന്താ സ്വാതി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇവർ വിളിച്ചത്? അയ്യോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്താ ഋതുവിനാണോ പ്രശ്നം എന്ന് ചോദിച്ചോ. അപ്പൊ ഋതു ഒന്നും വേണ്ടെന്നില്ല, ഉണ്ടെങ്കിൽ നീ പറ, നമുക്കിപ്പൊ തന്നെ അതങ്ങ് പരാതിയും പരിഹരിച്ചേക്കാം എന്ന് പറഞ്ഞു. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സ്വാതിയും വിളിച്ചുകൊണ്ട് വേഗം നാണം കെട്ട് അവിടുന്ന് ഓടുകയാണ് സ്വാതിയും അതുപോലെ തന്നെ നമ്മുടെ ഋതുവും കൂടി. അപ്പൊ സേതു, അതെ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ, അവരുടെ മോശമായ പെരുമാറ്റമായെന്ന് എനിക്കറിയാം. അവരുടെ മോശമായിട്ട് പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അറിവില്ലാത്തത് കൊണ്ടാ. അതിന്റെ പേരിൽ നിങ്ങൾ ആരും തിരിച്ചു പോവരുത്. ഇല്ല സേതു, ഞങ്ങൾ പോവില്ല. പക്ഷേ നാണക്കേടായി എങ്കിലും സാരമില്ല, നിങ്ങളെ രണ്ടുപേരെ ഓർത്ത് അത് ഞങ്ങൾ ക്ഷമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ എന്താണേലും അഹങ്കാരിയാ ഋതിക, അതിന്റെ തിരിച്ചടി അവക്ക് കിട്ടും എന്ന് മാധുരി മിസ് പറയുക. സാരമില്ല ടീച്ചറെ, ഞങ്ങൾ ചെന്ന് കല്യാണ പെണ്ണെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. വിഷമായി അല്ലേ? സാരമില്ല പല്ലവി, വിവരമില്ലാത്ത ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെ മാത്രം കരുതിയേച്ചാ മതി, വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സേതു ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത്, ഇനി ഇന്നത്തെ താരം നമ്മുടെ മണവാട്ടി, അവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അവന്തിക എന്ന അച്ചു അപ്പൊ സ്റ്റേജിലേക്ക് ഇതേ വരാൻ പോകുന്നു. അപ്പൊ അച്ചുവിന് ഭയങ്കര വമ്പൻ സ്വീകരണവും പൂക്കൊടയും ഒക്കെ ആയിട്ട് നല്ല സ്വീകരിച്ച് നമ്മുടെ അച്ചുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് നമ്മുടെ ഋതുവും അതുപോലെ തന്നെ സ്വാതിയും കൂടി ചേർന്നിട്ട്. അപ്പൊ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേനും അല്ല ആ പല്ലവി അവളിവിടെ ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചോ. അവളോ? അതൊക്കെ ഞാൻ അടിച്ചോടിച്ചില്ലേ, അവരിനി ഈ പരിസരത്ത് വരില്ല, ഈ പരിസരത്ത് കണ്ടു പോവരുതെന്ന് ഞാൻ താക്കീത് ചെയ്തിട്ടുണ്ട്. അടുക്കളക്കാരികൾ അവിടെയല്ലേ ഉണ്ടാവേണ്ടത്, അങ്ങനെ ഓടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോ അവർ ഈ ചടങ്ങുകളൊന്നും കാണണ്ട എന്ന് പറഞ്ഞു. കണ്ടാ മാത്രം പോരല്ലോ, ആളാവുകയും ചെയ്യണ്ടേ.
നന്നായി ഓടിച്ചത് എന്ന് പറഞ്ഞ ഇവളുമാര് ഭയങ്കര സന്തോഷത്തിൽ എങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മുടെ എന്താ പറയാ ബേബി ചേച്ചിയും അതുപോലെ പല്ലവിയും അടുക്കളയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹരിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാ. ഹരി, നീയോ വരുന്നത്? ഞങ്ങൾ അടുക്കക്കാരല്ലേ, നീയൊക്കെ അങ്ങനെയല്ലല്ലോ. എനിക്കത് താല്പര്യമില്ലാഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. അതെന്താ, ജേറ്റുവുമല്ലേ ഈ കല്യാണം നടത്തുന്നത്? സേതുവേട്ടൻ എപ്പോഴും അച്ചുവിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ശ്രീഹരി വേണ്ടേ എല്ലാം ശ്രദ്ധിച്ചു കൊടുക്കാൻ? ചേച്ചിയോടും പറഞ്ഞോ വരണ്ടെന്ന്? റിജു പറഞ്ഞു എന്നോട്. പക്ഷെ എനിക്കല്ലേലും അവക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. വാശി പിടിച്ച് എനിക്ക് വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്തിനാ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ എന്തിനാ കെട്ടിക്കയറി ചെല്ലേണ്ട ആവശ്യം? നമ്മൾ മസ്റ്റ് ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രം പോയാൽ മതിയെന്നേ എൻ്റെ ഒരു രീതി അതാ എന്ന് പറഞ്ഞു പല്ലവി. ഈ കല്യാണം നടക്കുന്നതിന്റെ കാരണക്കാരി തന്നെ ചേച്ചിയല്ലേ സേതുവേട്ടന് കാശ് സംഘടിപ്പിച്ചത്. അപ്പൊ ചേച്ചിക്കല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ സേതുവേട്ടനെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. അതെ, ഈ വീട്ടുകാർ വേറെ, വിരുന്ന് വന്നവർ വേറെ, അതങ്ങനെ തന്നെ ആവുള്ളൂ ഹരി എന്ന് പറഞ്ഞു. ആ വ്യത്യാസം നമ്മൾ വേണം മനസ്സിലാക്കാൻ. അടുക്കളക്കാർ അതെ കുറച്ചുകാരുടെ ദൂരം അതും മനസ്സിലാക്കണം എന്ന് ബേബി ചേച്ചി ഇങ്ങനെ പറയാട്ടോ. അപ്പൊ ആ ഒരു കണക്കിന് ഏതായാലും ആ തടസ്സം നിനക്കില്ല. നീ ഈവന്റ് മാനേജ്മെന്റിന്റെ ആളാ, നിനക്ക് എവിടെ വേണേലും ചെല്ലാം, നീ ചെല്ലണം എന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഈ ആൾക്കൂട്ടമൊക്കെ ഒരു പ്രശ്നമാണ് ചേച്ചി എന്ന് പറഞ്ഞു. ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ഞാനുള്ളത്. ഓ, അതാണോ പ്രശ്നം? അതൊക്കെ ഞാൻ മാറ്റിത്തരാം, സേതുവേട്ടനെ വിളിച്ചാൽ മതി, അപ്പൊ നിന്റെ പ്രശ്നമാവും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീഹരി എന്നുള്ളൊരു വിളി വന്നു കേട്ടോ. പറഞ്ഞു നാവിടത്തില്ല, അതേ വന്നു കഴിഞ്ഞു, എന്നാ വേഗം ചെല്ല, ഇല്ലെങ്കിലേ നിന്നെ പൊക്കി എടുത്തോണ്ട് പോകും. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചോ. ഇങ്ങോട്ടേക്ക് വരൂട്ടോ, എന്നിട്ട് നിന്നെ തൂക്കി പൂച്ചക്കുഞ്ഞിനെ പോലെ കൊണ്ടുപോകും. അത് വേണോ? ഹരി, നീ എവിടെയാ എന്ന് ചോദിച്ചോ. ഞാനിതേ വരുന്നു, ഇപ്പൊ വരുവാ എന്ന് പറഞ്ഞോണ്ട് വേഗം ഓടുകയാണ് കേട്ടോ അവിടുന്ന്. അപ്പൊ പല്ലവിയും ബേബി ചേച്ചി അവിടെ നിന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അടുത്തത് വാതു എത്തിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് വാതുവിനൊരു കൂട്ട് വേണ്ടേ? അപ്പൊ പിന്നെ നമ്മുടെ വരനെയാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. അപ്പോ എന്താ പറയാ, നമ്മ നിഖിൽ ഓൺ ദ സ്റ്റേജ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതേണ്ട അകത്തേക്ക് വരാൻ പറഞ്ഞ സമയത്ത് കയറി വരുന്നത് മറ്റാരുമല്ല, അപ്രതീക്ഷിതമായിട്ട് എന്നത് പറഞ്ഞതുപോലെ തന്നെ കയറി വരുന്നത് ഹരിയാണ്, ഒരു ബൊക്കയൊക്കെ പിടിച്ച്. അപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടി. അപ്പൊ അവിടെ ബൊക്ക എങ്ങാണ്ട് കൊണ്ട വെക്കാനായിട്ട് സേതുവേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് കയറി വന്നത് കേട്ടോ. അപ്പൊ ഹരി കയറി വന്നോണ്ടേ തന്നെ പ്രതാപൻ ചെന്നിട്ട് ചോദിക്കാണ്. അച്ഛന് ഭയങ്കര സന്തോഷമായി. പ്രതാപൻ വേഗം ചെന്നിട്ട് ചോദിക്കാണ്, ഡാ നീ എന്ത് പണിയടയി കാണിച്ചത്? വരനെ വിളിച്ച സമയത്താണോടാ കയറി വരുന്നത് എന്ന് ചോദിച്ചു. അയ്യോ സോറി സാർ, ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഓ, അവന്റെ ശ്രദ്ധിച്ചില്ല, അവന്റെ ഒരു കോട്ടും സൂട്ടും വേഷവും ഒക്കെ വന്തല് പണിയാൻ വന്നവനെ അത് പണിതിട്ടങ്ങ് പോയച്ചാ മതി, വെറുതെ ഷോ കാണിക്കാൻ നിൽക്കല്ലേ. അയ്യോ, ഇത് ഷോ അല്ല, ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ യൂണിഫോമാ ജെ2എമ്മിന്റെ എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ നിൽക്കാം കേട്ടോ. എന്നാ ഇറങ്ങി പോവാൻ നോക്കടാ എന്ന് പറഞ്ഞു. വരാൻ സമയമായി എന്ന് പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ. അപ്പം വേഗം തന്നെ അവന്തിക വിളിച്ചിട്ട്, ശ്രീഹരി ഒരു സെൽഫി എടുത്തിട്ട് പോവാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്നെടുക്കാം എന്ന് പറഞ്ഞ് ഇച്ചിരി അഭിമാനത്തോടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഹരിയെ പിടിച്ച് സെൽഫി എടുപ്പിക്കുകയാണ് രണ്ടുപേരൂടെ. എന്നിട്ട് ഓടി രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ അതെ വരന്റെ വീട്ടുകാരൊക്കെ വന്നു, വരനും വന്നു കേട്ടോ. അപ്പൊ വേഗം തന്നെ വന്നോണ്ട് ശ്രീദേവി ചോദിക്കാണ്, രമേ എങ്ങനെയുണ്ട് എന്റെ മകന്റെ ഡ്രസ്സ്? സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ സാരി എങ്ങനെയുണ്ട്? അതും കൊള്ളാം. നന്ദുവിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അത് ഞാൻ ആ ഡ്രസ്സ് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് പൊങ്ങച്ചടിക്കാണ് ശ്രീദേവി അവിടെ ഇരുന്ന് കേട്ടോ. അപ്പം നിഖിലും ഭയങ്കര സന്തോഷത്തിലാണ്, അച്ഛനും കുഴപ്പമൊന്നുമില്ല, അച്ഛനും മുഖം തെളിഞ്ഞൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഇനി നമ്മുടെ നാട്ടിൽ ഇനി പുതിയൊരു ചടങ്ങായി വികസിക്കാത്ത ഒരു പരിപാടിയാണ്. അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് എന്താ പറയാ പുടവയും മറ്റ് വധുവിന് ഉടുക്കാനായി കൊണ്ടിരിക്കുന്ന സാരിയും മറ്റ് അടങ്ങുന്ന തട്ട് നമ്മുടെ കൈമാറാൻ പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വധുവിന്റെ വീട്ടുകാരെയും വരന്റെ വീട്ടുകാരെയും ക്ഷണിക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങനെ വന്നു നിന്നു. പൂർണിമാമയും അവരെല്ലാവരും ഇങ്ങനെ വന്നു നിന്ന സമയത്ത് അച്ഛനെ വിളിച്ചു, അവരടുത്തേക്ക് നിർത്തി. നിഖിൽ അപ്പുറത്തേക്ക് മാറിയുന്നു കേട്ടോ. ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ചു ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തേ വല്യേട്ടനും പല്ലവി ചേച്ചിയും എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അവരവിടെ എങ്ങാനുണ്ട്, അവരൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് ഋതു പറഞ്ഞു. അപ്പൊ വേഗം അച്ചു പറയാണ്, ഇത് എന്റെ കല്യാണമാണ്, എന്റെ കല്യാണത്തിൽ ആരൊക്കെ വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്നതേ ഈ ഞാനാ, ഏട്ടനും പല്ലവി ചേച്ചി ഇല്ലെങ്കിലേ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്ന് അച്ചു വേഗം പറയാണ്. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ഇവരിങ്ങനെ പെട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്നത് നമ്മുടെ ഋതുവിന്റെ കാരണക്കുറ്റിക്കടി കിട്ടുന്ന പോലത്തുള്ള വിശേഷങ്ങളാണ്. അപ്പൊ നമ്മുടെ ഹരി തന്നെ വരനായിട്ട് വരും. അപ്പൊ
അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.